ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഓരോ ജീവിതവും വിലപ്പെട്ടതാണെന്ന സന്ദേശവുമായി ലോക ഓട്ടിസം അവബോധ ദിനം. ഓട്ടിസം അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് വ്യക്തികൾ ആശയവിനിമയം നടത്തുന്ന രീതിയെയും ഇടപഴകുന്ന രീതിയെയും ലോകത്തെ അനുഭവിക്കുന്ന രീതിയെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ വൈവിധ്യമാർന്ന ധാരാളം കഴിവുകൾ ഉൾപ്പെടുന്നതിനാലാണ് ഇതിനെ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അതായത് ഓട്ടിസം സ്പെക്ട്രം എന്ന പദം നിരവധി സ്വഭാവ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഓട്ടിസം ബാധിച്ച വ്യക്തികൾ മഴവില്ലിലെ നിറങ്ങളുടെ നിര പോലെ വ്യത്യസ്തരായിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. UN ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് 160 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ട്. ഇവരിൽ ചിലർക്ക് ദൈനംദിന ജീവിതത്തിൽ പിന്തുണ ആവശ്യമായി വരുമ്പോൾ മറ്റുള്ളവർ സ്വതന്ത്രമായി ജീവിക്കുകയും ശ്രദ്ധേയമായ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. 2007 ഐക്യരാഷ്ട്ര പൊതുസഭ ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിനമായി പ്രഖ്യാപിച്ചത്. ഓട്ടിസം ബാധിച്ച വ്യക്തികളുടെ മനുഷ്യ അവകാശങ്ങളുടെയും അടിസ്ഥാന സ്വാതന്ത്ര്യത്തിന്റെയും പൂർണ്ണമായ സാക്ഷാത്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ അവരുടെ തുല്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ഐക്യരാഷ്ട്രസഭ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നു. ഓട്ടിസവും മനുഷ്യത്വവും ഓരോ ജീവിതവും വിലപ്പെട്ടതാണ് എന്നതാണ് ഈ വർഷത്തെ ഓട്ടിസം ബോധവൽക്കരണ ദിന പ്രമേയം. ഓട്ടിസം എന്താണെന്നും ഓട്ടിസം ബാധിച്ചവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ വാർത്താ തരംഗിണിയോട് വിശദമാക്കുന്നു. കുട്ടികളിൽ കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മസ്തിഷ്ക വികസന വൈകല്യമാണ് ഓട്ടിസം. ഹെൻറി മോട്ട്സ്ലി എന്ന മാനസികാരോഗ്യ വിദഗ്ധനാണ് ഓട്ടിസം എന്ന വാക്ക് ആദ്യം കണ്ടെത്തിയതെങ്കിലും ലിയോ കാനർ എന്ന ശിശുരോഗ വിദഗ്ധനാണ് കുട്ടികളിൽ ഈ ഓട്ടിസം എന്ന അവസ്ഥ ആദ്യം വിശദമായിട്ട് വർണ്ണിച്ചത്. ഓട്ടിസമുള്ള കുട്ടികൾക്ക് 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഒന്ന്, സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാനോ വൈകാരിക പ്രകടനങ്ങൾ നടത്താനോ ഉള്ള കഴിവില്ലായ്മയാണ്. ഉദാഹരണത്തിന് മുഖത്ത് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ആരെങ്കിലും ഹസ്തദാനം ചെയ്താൽ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങൾ. രണ്ടാമത്തേത് പദസമ്പത്തിലും വാക്കുകൾ പ്രകടിപ്പിക്കുന്നതിലുമുള്ള പരിമിതിയാണ്. വളരെ ചുരുക്കം വാക്കുകൾ മാത്രമേ ഇവർക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത് സ്വന്തം ആവശ്യങ്ങൾ സഫലമാക്കാൻ വേണ്ടിയുള്ള വാക്പ്രയോഗങ്ങൾ മാത്രമായിരിക്കും. മൂന്നാമത്തേത് ആവർത്തന വിരസമായ ചേഷ്ടകളും ചലനങ്ങളും താല്പര്യങ്ങളുമാണ്. ഒരേപോലെയുള്ള പ്രവൃത്തികൾ ഒരേ രീതിയിലിരുന്ന് മണിക്കൂറുകളോളം ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവരുടെ രീതി. നിർജീവ വസ്തുക്കളുമായി മണിക്കൂറുകളോളം ഇരുന്ന് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതാണ് ഓട്ടിസം ഉള്ളൊരു കുട്ടിയെ കുറിച്ചുള്ളൊരു നിർവചനം. ഓട്ടിസം ഉള്ള കുട്ടികളിൽ 2 വിഭാഗം കുട്ടികളിലും ബൗദ്ധിക വെല്ലുവിളികൾ അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കുറവ് അനുബന്ധമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 1/3 ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് സാധാരണ ബുദ്ധിയോ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ ബുദ്ധിയുള്ള ഓട്ടിസം ബാധിതരായ കുട്ടികളിൽ 10% പേർക്ക് ചില സവിശേഷമായ കഴിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓട്ടിസം ഉള്ള മിക്കവാറും കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ സവിശേഷമായ കഴിവുകൾ ഉണ്ടാകും. ഓട്ടിസത്തിന് അനുബന്ധമായി വരുന്ന ചില പെരുമാറ്റ പ്രശ്നങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ നൽകാം. ഓട്ടിസമുള്ള നല്ലൊരു ശതമാനം കുട്ടികൾക്കും അനുബന്ധമായി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ ADHD എന്നൊരവസ്ഥയുണ്ടാവും. ശ്രദ്ധക്കുറവും അമിത വികൃതിയും എടുത്തുചാട്ടവുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഓട്ടിസമുള്ള ചില കുട്ടികൾക്ക് അപസ്മാരവും ചില കുട്ടികൾക്ക് അമിതമായ ദേഷ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം അവസ്ഥകളിലും തീർച്ചയായിട്ടും മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ ഏറെ പ്രയോജനം ചെയ്യും. മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ച് ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തിയ ശേഷം സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ സാമൂഹിക നിപുണതാ പരിശീലനം എന്ന പരിശീലനത്തിലൂടെയാണ് ഓട്ടിസം ബാധിതരായ കുട്ടികളെ നാം കഴിയുന്നത്ര ഒരു സ്വാഭാവിക ജീവിതത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ചികിത്സയും മാതാപിതാക്കളുടെ കരുതലോടുകൂടിയുള്ള പിന്തുണയും ഉണ്ടായാൽ ഓട്ടിസം ബാധിതരായ ഒട്ടേറെ കുട്ടികളെ നമുക്ക് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയുള്ള കഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെ ഒറ്റപ്പെടുത്തി പാർശ്വവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിനും യോജിച്ചതല്ല.
ഓട്ടിസം ബാധിച്ചവരുടെ മൂല്യവും നാം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം എല്ലാവരും മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും മുഴുവൻ മനുഷ്യാവകാശങ്ങളും ആസ്വദിക്കാൻ അർഹരാണെന്നും വ്യക്തമാക്കുക കൂടി ചെയ്യുന്നു. മറ്റാരെയും പോലെ ഓട്ടിസം ബാധിച്ച ആളുകൾക്കും സ്വന്തം ജീവിതം രൂപപ്പെടുത്താൻ കഴിയണം, നമ്മുടെ പൊതുവായ ഭാവി രൂപപ്പെടുത്താൻ സഹായിക്കണം എന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഓട്ടിസം ദിന സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വർഷത്തെ ഓട്ടിസം ദിന പ്രമേയം. നാം എല്ലാവരും മനുഷ്യരാണ്. ഓട്ടിസം ബാധിച്ചവരും മറ്റുള്ളവരെ പോലെ സന്തോഷം, ദുഃഖം, സ്നേഹം, സ്വപ്നങ്ങൾ എന്നിവ അനുഭവിക്കുന്നു. മനുഷ്യത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിലേക്കും അവരെ ഉൾപ്പെടുത്തുന്നതിലേക്കും നീങ്ങുന്നു. ഓട്ടിസം ബാധിച്ച ഓരോ വ്യക്തിയും ബഹുമാനം, തുല്യ അവസരങ്ങൾ, അംഗീകാരം എന്നിവ അർഹിക്കുന്നു. ഇത്തരത്തിൽ വ്യത്യസ്ത കഴിവുകളുള്ള നിരവധി പേരാണ് സമൂഹത്തിലുള്ളത്. കലാസാംസ്കാരിക മേഖലയിലെ വ്യക്തിഗത മികവിനുള്ള 2024 സർവശ്രേഷ്ഠ ദിവ്യാംഗ്ജൻ ദേശീയ പുരസ്കാരം ലഭിച്ച അനന്യ ബിജേഷ് എന്ന 18-കാരി അസാമാന്യ പ്രതിഭയ്ക്ക് ഉടമയാണ്. 2022 ഉജ്ജ്വല ബാല്യം പുരസ്കാരവും അനന്യയെ തേടിയെത്തി. അനന്യയുടെ മാതാവ് അനുപമ വാർത്താ തരംഗിണിയോട്. ഓട്ടിസം എന്ന അവസ്ഥയെ സംഗീതം കൊണ്ട് അതിജീവിച്ച അനന്യ എന്ന കലാകാരിയുടെ അമ്മയാണ് ഞാൻ. 2.5 വയസ്സിലാണ് അനന്യയ്ക്ക് ഓട്ടിസം ആണെന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഓട്ടിസം എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന എനിക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അവളെ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താം എന്നുള്ളതിനോ ഒന്നും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് തെറാപ്പി സെന്ററുകളിലൂടെ കൊണ്ടുപോയിട്ട് ഒരുപാട് തെറാപ്പീസ് ഒക്കെ കൊടുത്തു. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒട്ടുമില്ലാത്ത കുട്ടിയാണ് അനന്യ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒട്ടുമില്ലാത്ത ആള് ആ 2.5 വയസ്സുള്ള സമയത്തും കാർട്ടൂണിലെ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ മേശമേൽ താളം പിടിക്കുന്നതാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു താല്പര്യം അനന്യയ്ക്കുണ്ട് എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഒരു കീബോർഡിനകത്ത് ആദ്യമായിട്ട് അവള് ഒരു പാട്ട് പാടി കേൾപ്പിച്ചതാണ് ഇതൊരു വഴിത്തിരിവായത്. ബ്രെയിനിൽ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചെന്ന പോലെയാണ് കുട്ടിയെന്ന് വായിച്ചത് ആ പാട്ട്. പിന്നീട് ഒരു 5 വയസ്സൊക്കെ ആയപ്പോൾ ആള് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. ഇന്ന് ഏതൊരു പാട്ട് കിട്ടിയാലും അനന്യ ഒരു പ്രാക്ടീസും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കീബോർഡിൽ പാട്ട് വായിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവളെ പാട്ട് ക്ലാസ്സിന് വിട്ടു. ഇന്ന് ധാരാളം വേദികളിൽ അനന്യ പാട്ടുകൾ പാടുന്നുണ്ട്. പ്രശസ്ത പിന്നണി ഗായകരോടൊപ്പം അവൾ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ചിത്രചേച്ചിയോടൊപ്പം പാടിയതാണ് അവളുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവം. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള റിഥം എന്ന ഭിന്നശേഷിക്കാരുടെ ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ട്. അതിനംഗമാണ് അനന്യ. അനന്യ ഇനിയും ഒരുപാട് വേദികളിൽ ഇനിയും പാടണം. ഒരു പ്ലേബാക്ക് സിംഗർ ആക്കണം. സംഗീതം അവളുടെ ജീവിതത്തിൽ എന്നും ഒപ്പം ഉണ്ടാവണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഈ സമൂഹത്തോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടത് സിമ്പതി അല്ല, ചേർത്ത് നിർത്തലാണ്. നിങ്ങളുടെ അംഗീകാരമാണ് വേണ്ടത്. അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞിന് ഓട്ടിസം ആയതുകൊണ്ട് അവരെ ഒരു വീട്ടിനുള്ളിലിട്ട് വളർത്താതെ സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരിക. അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ നോക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടാവും. ആ കഴിവിനെ നമ്മൾ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നതിനർത്ഥം ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ സംഭാവന ചെയ്യുന്നു എന്ന് തിരിച്ചറിയുക എന്നതാണ്. മറ്റുള്ളവർ കാണാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്തുന്നത് ഓട്ടിസം ഉള്ള ഒരാൾ കണ്ടേക്കാം, ശ്രദ്ധിച്ചേക്കാം, അതിൽ നിന്നും പ്രചോദനം നൽകുന്ന എന്തെങ്കിലും സൃഷ്ടിച്ചേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചേക്കാം. ഓട്ടിസം ബാധിച്ചവരെ ശ്രദ്ധിച്ചാൽ അവരിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ടെന്ന് മനസ്സിലാകും. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂൾ പ്രഥമാധ്യാപിക എസ് ധന്യ. ഞാൻ ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയുടെ മദറാണ്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, നമുക്കറിയാം ഒരു കണ്ടീഷനാണ്. അതായത് തലച്ചോറിന്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഒരു സവിശേഷതയാണ് ഓട്ടിസം. ഓട്ടിസം കുട്ടികൾ അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. അതായത് ഓരോരുത്തരും യുണീക്കാണ്. കൂടാതെ ഓരോരുത്തർക്കും വ്യത്യസ്ത ശേഷികളുമുണ്ട്. നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും നമ്മളെ പോലെ നമുക്ക് ചേർത്ത് നിർത്തണം. മറ്റുള്ളവരോട് സംസാരിക്കാനോ ഇടപഴകാനോ അവർക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടായേക്കാം. എന്നാൽ സ്നേഹവും കരുതലും നൽകിയാൽ അവരും ലോകത്തിന്റെ നെറുകയിൽ എത്താൻ കഴിയുന്നവരാണ്. നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ, ലയണൽ മെസ്സി തുടങ്ങിയ പ്രതിഭകൾ പോലും ഇത്തരം അവസ്ഥയെ അഭിമുഖീകരിച്ച് ജീവിതത്തിൽ വിജയം നേടിയവരാണ്. നമ്മൾ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ രജിസ്റ്റർ ചെയ്ത്
അതാണ് അവർ. ഈ ദിനത്തിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ഉറപ്പിക്കേണ്ടത്. ഒന്ന്, ഓട്ടിസം കുട്ടികളെ മാറ്റി നിർത്താതെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം. കൂടാതെ അവരുടെ ചെറിയ മാറ്റങ്ങളെ പോലും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ പൊതുവായ ഉത്തരവാദിത്തമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ യഥാർത്ഥത്തിൽ നമ്മുടേതാണെന്നും നമ്മൾ അവർക്ക് ഒപ്പമുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. ഓട്ടിസമുള്ളവരെ നന്നായി മനസ്സിലാക്കാൻ സമൂഹത്തിന് കഴിയണം. അവർക്ക് അനുയോജ്യമായ അന്തരീക്ഷം സമൂഹം തന്നെ സൃഷ്ടിക്കണം. അനുകമ്പയല്ല, മറിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സാണ് സമൂഹത്തിലെ ഓരോരുത്തർക്കും വേണ്ടത്. തിരുവനന്തപുരം വഴുതക്കാട് റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പെഷ്യൽ സ്കൂളിലെ സൈക്കോളജിസ്റ്റായ TS ശ്രീജ വാർത്താ തരംഗിണിയോട്. ഈ ദിനത്തെ നമ്മൾ അവബോധന ദിനമായല്ല കാണേണ്ടത്, ഒരു അംഗീകാരത്തിന്റെ ദിനമായി കാണണം. ഓട്ടിസം എന്നത് ഒരു രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനമാണ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ കുട്ടിയും ഓരോ തരത്തിലുള്ള വ്യക്തിത്വവും കഴിവുകളും വെല്ലുവിളികളുമാണ് പ്രകടിപ്പിക്കുന്നത്. ഓട്ടിസം എന്നത് ഒരു അടഞ്ഞ അധ്യായമായി കാണാതെ പുതിയ ഒരു ജീവിത വെളിച്ചത്തിലേക്കുള്ള ഒരു പാതയായി നമ്മൾ കാണുക. നമ്മുടെ സഹതാപം കുഞ്ഞുങ്ങൾക്ക് വേണ്ട, നമ്മൾ അവരെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാനുള്ള മനസ്സാണ് കാണിക്കേണ്ടത്. അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അവരുടെ കൊച്ചു കൊച്ചു നേട്ടങ്ങളെ നമുക്ക് ആഘോഷിക്കാം. അവരെ സുരക്ഷിതമായി സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരുടെ ജീവിതത്തിന് വെളിച്ചമൊരുക്കാം. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പലതരത്തിലുള്ള തെറാപ്പികൾ നടത്തുന്നുണ്ട്. കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിനായി ക്ലിനിക്കൽ സൈക്യാട്രി സേവനങ്ങളും കൂടാതെ സൈക്കോതെറാപ്പി, ഫിസിയോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, കൗൺസിലിംഗ്, അങ്ങനെയുള്ള പല സേവനങ്ങളും നമ്മുടെ സ്കൂളിലുണ്ട്. നമുക്ക് എല്ലാ പേർക്കും ഒരുമിച്ച് നമ്മളെ കുട്ടികളെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി അവർക്ക് ജീവിത വെളിച്ചം പകരാം. ചിലപ്പോൾ ഏറ്റവും ചെറിയ പ്രവൃത്തികൾക്ക് പോലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ഒരു പുഞ്ചിരി, ദയയുള്ള ഒരു വാക്ക്, ക്ഷമയോടെയുള്ള പെരുമാറ്റം എന്നിവ മതി ഒരാളെ നമ്മൾ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്നതിന്. ഓട്ടിസത്തിൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൈക്കോളജിസ്റ്റും ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലറുമായ വിദ്യ സിനോദ് വാർത്താ തരംഗിണിയോട്. ഓട്ടിസം ബാധിച്ച വ്യക്തികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്തുണയാണ് കൗൺസിലിംഗ്. പലപ്പോഴും ഓട്ടിസം ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു രോഗമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഓട്ടിസം ഒരു രോഗമല്ല, തലച്ചോറിന്റെ പ്രവർത്തന രീതിയിലുള്ള ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് മരുന്നുകളേക്കാൾ ഉപരി ആ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും കൈപിടിച്ചുയർത്താൻ സഹായിക്കുന്ന കൗൺസിലിംഗും വിവിധ തെറാപ്പികളും അത്യാവശ്യമാണ്. ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ മാതാപിതാക്കൾ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാതാപിതാക്കൾ മാനസികമായി ശക്തരായാൽ മാത്രമേ കുട്ടിക്ക് ശരിയായ വളർച്ചാ അന്തരീക്ഷം ഒരുക്കാൻ കഴിയൂ. ഇവിടെ കൗൺസിലിംഗ് അവർക്കൊരു വലിയ പിന്തുണയാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ കുറയ്ക്കാനും വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഫാമിലി കൗൺസിലിംഗ് സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിവിധ തെറാപ്പികളും ഇവിടെ പ്രധാനമാണ്. പെരുമാറ്റ വൈകല്യങ്ങൾ കുറയ്ക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കുന്ന ബിഹേവിയർ തെറാപ്പി, ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്താനും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും സഹായിക്കുന്ന സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക തുടങ്ങിയ ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കാനും ശബ്ദം, വെളിച്ചം എന്നിവയോടുള്ള അമിത പ്രതികരണം പരിഹരിക്കാനും സഹായിക്കുന്ന ഒക്യുപേഷണൽ തെറാപ്പി, മറ്റുള്ളവരുമായി ഇടപഴകാനും കൂട്ടുകൂടാനും സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും പഠിപ്പിക്കുന്ന സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, ഉത്കണ്ഠയും വിഷാദവും നിയന്ത്രിക്കാൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നിവ. ശരിയായ സമയത്ത് ലഭിക്കുന്ന കൗൺസിലിങ്ങും സ്നേഹപൂർണമായ പിന്തുണയും ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാനും അവരെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കാനും സാധിക്കും. ഓരോ ഓട്ടിസം കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ കഴിവുകളും ലോകത്തെ കാണുന്ന രീതിയും പ്രത്യേകമാണ്. ഇത് മനസ്സിലാക്കി സ്കൂളുകളിലെ കൗൺസിലർമാർ കുട്ടികളുടെ പഠനത്തിലും കൂട്ടുകാരുമായുള്ള ഇടപെടലുകളിലും സഹായിക്കുന്നു. സഹതാപമല്ല, ഉൾക്കൊള്ളലാണ് അവർക്കാവശ്യം. സ്നേഹത്തോടെ നമുക്കവരെ ചേർത്ത് പിടിക്കാം. സാമൂഹിക ബന്ധം, സ്വഭാവം, പെരുമാറ്റം, ആശയവിനിമയം എന്നിവയിലെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന ഓട്ടിസം ബാധിതർ ചിന്തിക്കുന്നതും വ്യത്യസ്തമായി തന്നെയാകും. അവർ ഓരോരുത്തരുടെയും ശബ്ദം കേൾക്കപ്പെടാൻ അർഹമാണ്. ഓരോ ജീവനും വിലമതിക്കപ്പെടാൻ അർഹമാണ്. ഓരോ വ്യക്തിയും പ്രധാനമാണ്. ഓരോ മനസ്സും പ്രധാനമാണ്.
ഓരോ ജീവനും ഓരോ ജീവിതവും ഈ ലോകത്തിലേക്ക് അർത്ഥവത്തായ എന്തെങ്കിലും കൊണ്ടുവരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോഴാണ് മനുഷ്യരാശി ഏറ്റവും ശക്തമാകുന്നത്, പൂർണ്ണമാകുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.